ജോഷുവായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മോശയുടെ മരണശേഷം മോശയുടെ ദൗത്യം മോശയുടെ ദാസനായ ജോഷുവയെ ഏൽപ്പിച്ചു. ദൈവം ജോഷുവയെ ശക്തിപ്പെടുത്തിയൊക്കെ പോയി വിട്ടു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ജോഷുവയുടെ ശക്തി നഷ്ടപ്പെടുന്നത് ദൈവം മനസ്സിലാക്കി. ജോഷുവ തളരുകയാണ്. കാരണം ഇത്രയും കാലം അനേക ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്തരവാദിത്തം മോശയ്ക്കായിരുന്നു. മോശയുടെ ദാസനായ ജോഷുവായ്ക്ക് അതിൻ്റെ ഭാരമില്ലായിരുന്നു. പക്ഷെ ഇനി ഈ അനേക ലക്ഷം വരുന്ന ജനത്തെ നയിക്കണം. മോശയെപ്പോലും ധിക്കരിച്ച, അനുസരിക്കാൻ മടിയുള്ള ഇത്രയും വലിയ ഒരു ജനതയെ നയിക്കുവാൻ താൻ അശക്തനാണെന്ന് ജോഷുവായ്ക്ക് തോന്നിയിരിക്കാം. അതുപോലെ തൻ്റെ മുമ്പിലുള്ള വലിയ നിയോഗം എന്താണ്? കനാൻ ദേശം ജനത്തിന് അവകാശമാക്കി കൊടുക്കണം. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ പ്രബലരായ ജനങ്ങളാണ്, മല്ലന്മാരാണ്, ആയുധശേഷിയുള്ളവരാണ്, വലിയ കോട്ടകളുള്ള പട്ടണങ്ങളുണ്ട്. ഇസ്രായേൽക്കാർക്ക് ആയുധശേഷിയില്ല, സൈനിക ശക്തിയില്ല, ഇവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഈ പരിമിതികളെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ജോഷുവ ഭയപ്പെട്ടു കാണും. ഇത് കണ്ട് കർത്താവ് വീണ്ടും പറയുകയാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലായിരുന്നോ? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് വീണ്ടും ദൈവം ഓർപ്പിക്കുകയാണ്. നീ ഭയപ്പെടരുത്, നീ ശക്തനാകണമെന്ന് ദൈവം പറയുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്, ഭയപ്പെട്ടു പോകുന്നത്, പരിഭ്രാന്തിയിലേക്ക് വീണു പോകുന്നത്, ശക്തി ചോർന്നു പോകുന്നത് നമ്മുടെ പരിമിതികളെക്കുറിച്ച് ഒരുപാട് ഓർക്കുമ്പോഴാണ്, നമ്മുടെ പ്രതിബന്ധങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തളർന്നു പോകും. എന്നാൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവവചനത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശക്തിയുള്ളവനായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ്. നിരന്തരം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ദുർബലരായിട്ട് തീരും. അപ്പം കടഭാരമാണെങ്കിൽ എപ്പോഴും നീ കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ വർദ്ധിക്കും, സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ കരുത്ത് ചോർന്നു പോകും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത്, ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് പ്രതിബന്ധങ്ങളെക്കുറിച്ചല്ല, ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകുന്ന ദൈവമായ കർത്താവിനെ കുറിച്ചായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നുവോ അതിനെ അനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം. അപ്പം ദൈവത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ ശക്തി കൊണ്ട് നമ്മൾ നിറയും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിരന്തരം ധ്യാനിക്കുമ്പോൾ ശക്തി കൊണ്ട് നമ്മൾ നിറയും. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അവർ ഒരുപാട് കുറവുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം, പഠിക്കണം, മനസ്സിലാക്കണം. പക്ഷേ എപ്പോഴും നമ്മുടെ രോഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, എപ്പോഴും നമ്മുടെ കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, എപ്പോഴും മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ദുർബലരായിത്തീരും, നമ്മളുടെ ശക്തി തകർന്നു പോകുന്നു. അനേക ദൈവവിശ്വാസികൾ ശക്തിയില്ലാത്തവരായി ജീവിക്കുന്നതിൻ്റെ കാരണം, സന്തോഷമില്ലാത്തവരായി ജീവിക്കുന്നതിൻ്റെ കാരണം, അവർ ദുർബലരായിത്തീരുന്നത് അവർക്ക് ശക്തനായ ഒരു ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും അനുഭവിക്കാൻ കഴിയാത്തതിന് കാരണം മനസ്സ് എപ്പോഴും പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജോഷുവായ്ക്കും ഈ അബദ്ധം പറ്റി. ജോഷുവ തൻ്റെ ഇല്ലായ്മകളും പരിമിതികളും ഓർക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ്റെ ആത്മധൈര്യം നഷ്ടപ്പെട്ടപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശക്തരായി ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അധികാരമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ശക്തിയില്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല.
ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലെ പ്രശ്നം ഇതാണ്. അറിവ് ഒരുപാടുണ്ട് ജീവിതത്തിൽ. ഈ അറിവുണ്ടായിട്ടും അതൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊന്നും എൻ്റെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ എന്നെ സഹായിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ശക്തിയില്ലാത്തത് കൊണ്ടാണ്. അനേകർക്ക് അധികാരമുണ്ടെങ്കിലും അധികാരം ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ശക്തി ആവശ്യമാണ്. വാള് എൻ്റെ കയ്യിലുണ്ടെങ്കിലും വാളെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കൈക്ക് ശക്തി വേണ്ടേ? അപ്പോൾ അധികാരമുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പനെന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ അവിടെ ശക്തി വേണം. വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവിടെ ഫലദായകമായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ശക്തി നമുക്ക് ആവശ്യമാണ്. പക്ഷേ അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം ഇതാണ്, ശക്തിയില്ല. അറിവുണ്ട്, കഴിവുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പല വ്യക്തികളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പലതും പ്ലാൻ ചെയ്യും, പലതും ചിന്തിക്കും, പക്ഷെ പ്രാക്ടിക്കലാക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇതാണ്, ശക്തിയില്ല ജീവിതത്തിൽ. അതുപോലെ വേറെ ചിലർ പറയാറുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നത് ശക്തിയില്ലായ്മയുടെ ലക്ഷണങ്ങളിലൊന്നാണ്. ശക്തി ഉള്ളവന് ഈ ഭൂമിയിൽ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനില്ലാത്തവന് ദൈവം പിന്നെ ഈ ഭൂമിയിൽ വച്ചേക്കുകയില്ല, അങ്ങോട്ട് വിളിക്കും. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇനിയും ചിലതൊക്കെ ബാക്കിയുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. 60 വയസ്സായി, 70 വയസ്സായി, 80 വയസ്സായി, പിള്ളേരെ കെട്ടിച്ചു വിട്ടു, നിന്റെ ദൗത്യം തീർന്നിട്ടില്ല. നിനക്ക് ഇനിയും എന്തൊക്കെയോ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ ദൈവത്തിന് ഇനിയും നിന്നെക്കുറിച്ച് എന്തൊക്കെയോ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ആയുസ്സ് ദൈവം തന്നിരിക്കുന്നത്. നിന്റെ ആരോഗ്യം കുറവാണെങ്കിലും, നിനക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും, നിന്റെ പ്രായം കൂടിപ്പോയാലും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നീ നിറയുമ്പോൾ നിനക്ക് പലതും ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ പല വിശുദ്ധരുടെയും ജീവിതം എടുത്തു നോക്കുക. അവർ രോഗികളായിരുന്നു. ആ രോഗത്തിൻ്റെ വേദനകൾക്കിടയിലും അവരവരുടെ ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വാധീനിക്കാൻ കഴിഞ്ഞു. അവരുടെ ജീവിത സാഹചര്യങ്ങളെ സ്വാധീനിക്കാനും മാറ്റം വരുത്താനും അവർക്ക് സാധിച്ചത് അവരുടെ ഉള്ളിൽ ശക്തി കുടികൊള്ളുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കണം, എൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളല്ല, എൻ്റെ ശക്തിഹീനതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശക്തിഹീനത ഉള്ളപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ടാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. ഒരുപാട് പഠിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ഡിഗ്രിയുള്ള ചില മനുഷ്യരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന കണ്ടിട്ടില്ലേ? ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു വ്യക്തിയുടെ കത്ത് വന്നു കുറച്ച് നാൾ മുമ്പ്. 8-10 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന് ജോലിയില്ല. ഓസ്ട്രേലിയയിൽ ഒരിടത്തും അദ്ദേഹത്തിന് ജോലി സ്ഥിരതയില്ല, ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. പല രാജ്യങ്ങൾ മാറി മാറി ഓസ്ട്രേലിയയിൽ തിരിക്കുകയാണ്. എന്തൊക്കെയോ ഡിഗ്രികളുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. അപ്പോൾ അറിവുണ്ടായതുകൊണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. മറ്റെന്തൊക്കെയോ ഉണ്ടെങ്കിലാണ് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ശക്തി. ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട, ഈശോയ്ക്ക് ഇതറിയാമായിരുന്നത് കൊണ്ടാണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. നിയോഗം, ഉത്തരവാദിത്വം കർത്താവ് നേരത്തെ കൊടുത്തു. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കണം, മാനസാന്തരപ്പെടുത്തണം, ദൈവരാജ്യം പ്രഘോഷിക്കണം. പക്ഷേ ഉത്തരവാദിത്വമൊക്കെ കൊടുത്തെങ്കിലും കർത്താവ് തുടർന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ പെട്ടെന്നൊന്നും പോയി പണിയാൻ പോകരുത്. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കണം. ശക്തിയില്ലാതെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
അപ്പോൾ ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എവിടെ നിന്നാണ് നമുക്ക് ഈ ശക്തി കിട്ടുന്നത്? എവിടെയാണ് ദൈവമക്കളുടെ ശക്തിയുടെ കേന്ദ്രം? അല്പം മുമ്പ് ബാബു ബ്രദർ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ സ്തുതിക്കാൻ. അപ്പൊ ശക്തിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒത്തിരി ബൾബുകളുണ്ട്, വലിയ ഫാനുണ്ട്, ഈ സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമുക്കറിയാം, അത് ആ മെയിൻ ലൈനുമായിട്ടുള്ള കണക്ഷൻ വിട്ടു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അർത്ഥശൂന്യമായിട്ട് തീരുകയാണ്. അപ്പം ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടു കഴിയുമ്പോൾ, ദൈവത്തിൽ നിന്നുമുള്ള ശക്തിയുടെ ഉറവിടമായ ദൈവവുമായിട്ടുള്ള ബന്ധം ലൂസായി കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോക്കില്ല, ഒരു ചലനമില്ല, ആത്മീയ ജീവിതത്തിൽ ഉണർവില്ല, മരവിപ്പാണ്. കാരണം ശക്തി കേന്ദ്രമായ ദൈവത്തോടുള്ള കണക്ഷനിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. ദൈവജനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം, പൊളിറ്റിക്കൽ പവർ അല്ല, സംഖ്യാബലമല്ല, സാമ്പത്തിക ശക്തിയല്ല, സൈനിക ശക്തിയല്ല. ദൈവജനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. സങ്കീർത്തനം 28:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം മുഴുവനും വായിക്കുമ്പോൾ സങ്കീർത്തനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയ ഒരു രഹസ്യം ഇതാണ്: ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെ തുടർന്ന് നമ്മൾ വായിക്കാൻ പറ്റുന്നു. 18-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 46:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായിട്ടുള്ള തുണയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവജനം ലോകത്തെ നയിച്ചിരുന്നു, ലോകത്തെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ ഇന്ന് ദൈവജനം എല്ലായിടത്തും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പീഡനമേൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവജനം വളർന്നപ്പോൾ, പ്രബലരായി കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ശക്തി കേന്ദ്രമായി കണ്ടത് ഭൗതികമായ മറ്റു പലതിനെയുമാണ്. സ്ഥാപനങ്ങളെയും സമ്പത്തിനെയും മറ്റു സംവിധാനങ്ങളെയും ഒക്കെ ശക്തിയുടെ കേന്ദ്രങ്ങളായി കണ്ട് അവയെ ആശ്രയിച്ച് അവയെ സ്വപ്നം കണ്ട് ജീവിച്ചപ്പോൾ ദൈവജനത്തിൻ്റെ ശക്തി തകർന്നുപോയി. അവർ എല്ലാവരും നയിക്കപ്പെടുന്നവരായിട്ട് മാറി. കാരണം ദൈവം നമ്മുടെ ശക്തി കേന്ദ്രമായി മാറുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കുമ്പോൾ ബാക്കി എല്ലാ ശക്തിയും ദൈവം നമുക്ക് ഒരുക്കിത്തരും. ഭൗതികമായ ശക്തികളെല്ലാം സ്വാഭാവികമായി കടന്നു വരും. നമുക്കറിയാം, തേനീച്ചക്കൂട്ടിൽ നമ്മൾ റാണീച്ചയെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ മറ്റീച്ചകളൊക്കെ സ്വാഭാവികമായിട്ടും വരും. അതുപോലെയാണ് ദൈവത്തിൽ ശക്തി കണ്ടെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആവശ്യമുള്ള ഭൗതികമായ ശക്തികളെല്ലാം അവിടെ ഒരുക്കപ്പെടുകയാണ്. അങ്ങനെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ഈ ഭൗതികമായ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നമ്മളറിയാതെ മാറി. ദൈവം സൈഡിലേക്ക് മാറി, ദൈവജനം ദുർബലരായി മാറി. ഇതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ആന്തരികമായ ശൈഥില്യത്തിൻ്റെ, ദൗർബല്യത്തിൻ്റെ അടിസ്ഥാന കാരണം. ദൈവം ശക്തി കേന്ദ്രമായിരുന്നില്ല, മറ്റു പലതും ശക്തി കേന്ദ്രമായിട്ട് മാറി. സങ്കീർത്തനം 84:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. തുടർന്ന് പറയുകയാണ്, അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. അവർ ബാക്കാ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ ജലാശയമുള്ള സ്ഥലമാക്കി മാറ്റുന്നുവെന്ന്.
ബാക്ക താഴ്വര എന്ന് പറഞ്ഞാൽ വാഴ്ത്തലിൻ്റെ താഴ്വര എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവിടെ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട്. സിയോൻ ദൈവത്തിൻ്റെ നഗരമാണ്, ദൈവത്തിൻ്റെ വാസഗൃഹമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവരുടെ ഹൃദയത്തിൽ ദൈവത്തിലേക്കുള്ള രാജവീതികളുണ്ട്. അങ്ങനെ ദൈവത്തിലേക്കുള്ള രാജവീതിയിലെ ഒരു ഭാഗമാണ് ബാക്ക താഴ്വര. ബാക്ക താഴ്വരയെക്കുറിച്ച് ബൈബിളിൽ ആദ്യമായിട്ട് നമ്മൾ വായിക്കുന്നത് 2 ദിനവൃത്താന്തം 20:26 അവിടെ യഹോഷാഫാത്തിന്റെ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടായി. യഹോഷാഫാത്ത് രാജാവിനെതിരെയായിട്ട് 3 ജനതകൾ സംയുക്തമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അമ്മോന്യരും, മോവാബ്യരും, സെയിർ പർവ്വത നിവാസികൾ. അങ്ങനെ ഒരു മഹാസൈന്യം യഹോഷാഫാത്തിനെതിരെ വന്നു കഴിഞ്ഞപ്പോൾ യഹോഷാഫാത്ത് ദുർബലനായി. കാരണം അവന് ഇവരെ നേരിടാനുള്ള ആയുധശേഷിയോ സൈനിക ശേഷിയില്ല. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. രാജാവ് എന്ത് ചെയ്തു എന്നറിയാമോ? കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ വേണ്ടി ഗായക സംഘത്തെ ക്രമീകരിച്ചു തൻ്റെ ചെറിയ സൈന്യത്തിൻ്റെ മുമ്പിൽ. എന്നിട്ട് സൈന്യം വാളെടുത്ത് പോരാടുന്നതിന് പകരം സൈന്യം ശത്രുക്കളുടെ നേരെ ഇറങ്ങിച്ചെന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കൾക്കിടയിൽ പരസ്പരം ഭിന്നതയുണ്ടായി. അവർ പരസ്പരം പടവെട്ടി ചത്തു. അങ്ങനെ വലിയ വിജയം യഹോഷാഫാത്ത് നേടി. അപ്പോൾ യഹോഷാഫാത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ജനങ്ങളെയെല്ലാം, സൈനികരെല്ലാം കൂട്ടി ബാക്ക താഴ്വരയിൽ വന്നു. ബാക്ക താഴ്വരയിൽ വന്ന് അവർ കർത്താവിനെ വാഴ്ത്തി എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ വാഴ്ത്തലിൻ്റെ താഴ്വരയാണ്, ദൈവത്തെ വാഴ്ത്തുന്നവരുടെ താഴ്വരയാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ദൈവശക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ ഒരു രഹസ്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലാക്കാനായിട്ട് പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുവാനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ നന്മകൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്ന അനുഭവം ഉണ്ടാകും. 1 സാമുവേൽ 30:6 നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്. അവിടെ ദാവീദ് ജീവിതത്തിൻ്റെ തകർച്ചയുടെ അങ്ങേയറ്റത്തെത്തുകയാണ്. ഇസ്രായേലിൻ്റെ രാജാവായി സാമുവേൽ അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. പക്ഷെ സാവൂൾ രാജാവിൻ്റെ അസൂയ മൂലം രാജ്യം വിട്ട് ഓടേണ്ട അവസ്ഥ ദാവീദിനുണ്ടായി. അങ്ങനെ ദാവീദ് ഫിലിസ്തീൻ രാജ്യത്തെത്തി ഗത്തിലെ രാജാവായ അക്കീഷിൻ്റെ ആശ്രിതനായി ജീവിക്കുന്നു. സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആശ്രിതർ ഒന്നിച്ച്, അനുചരന്മാരും ഒന്നിച്ച് ഇങ്ങനെ താമസിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അക്കീഷിൻ്റെ കൂടെ യുദ്ധത്തിന് പോയി. അവിടെ നിന്ന് അവർ മടക്കി അയക്കപ്പെട്ടു. അപമാനിതരായി അവർ തിരിച്ചു വരികയാണ്. അവരെക്കുറിച്ച് ഫിലിസ്തീയ പ്രഭുക്കന്മാർക്ക് സംശയമുണ്ടായി. ഇവർ കാലുവാരുമോ, ഇവർ ഇസ്രായേൽക്കാരോട് സൈഡ് ചേർന്ന് ഞങ്ങളെ തോൽപ്പിക്കുമെന്ന് പേടികൊണ്ട് ദാവീദിനെ യുദ്ധമുന്നണിയിൽ നിന്ന് മടക്കി അയക്കുന്നു. അങ്ങനെ അപമാനിതരായി തിരിച്ചെത്തി കഴിയുമ്പോഴാണ് മറ്റൊരു ദുരന്തം അവരെ കാത്തിരുന്നത്. അവർ ക്യാമ്പ് ചെയ്തിരുന്ന സിക്ലാഗ് പ്രദേശം അമാലേക്കർ ആക്രമിച്ച് തീ വെച്ച് നശിപ്പിച്ചു. അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കി കൊണ്ടുപോയി. ഭാര്യമാരും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ അനുചരന്മാർക്ക് ദാവീദിനോട് വെറുപ്പ് തോന്നി. ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു. സ്വന്തം രാജ്യം വിട്ടോടി അന്യരാജ്യത്ത് ആശ്രയം ചെയ്യിച്ചു. ഇതവിടെ തൻ്റെ കൂടെ എന്തിനും തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട അനുചരന്മാർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ആലോചിക്കുന്നു. ആ സമയത്ത് ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് ചെയ്ത കാര്യമാണ് 1 സാമുവേൽ 30:6. അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ബലം പ്രാപിച്ചു. ശരീരം തളർന്ന്, മനസ്സ് തളർന്ന്, ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ദാവീദ് ബലം പ്രാപിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് വീണ്ടും ശക്തി ആർജിക്കുകയും അമാലേക്യരെ പിന്തുടർന്ന് ചെന്ന്
അടിമകളാക്കി കൊണ്ടുപോയ തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ, വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ, ശരണപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ശരണപ്പെടാൻ സാധിക്കുന്നില്ല, സ്തുതിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ പാപം കുടികൊള്ളുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 32:1 വായിക്കുന്നുണ്ട്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. തുടർന്ന് പറയുകയാണ്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ഞാൻ എൻ്റെ തെറ്റുകൾ അംഗീകരിക്കാതെ ഏറ്റുപറയാതെ എൻ്റെ ഹൃദയത്തിൽ മൂടി വെച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ എന്തു സംഭവിച്ചു? വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശരീരത്തിൻ്റെ ശക്തി വറ്റി വരണ്ടുപോയി. ഹൃദയത്തിൽ പാപം സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശക്തി വറ്റി 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 വരണ്ടു പോകും. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായിട്ട് ഞാനും നിങ്ങളും മാറുമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരു നഗരത്തിലെ ഒരു യുവജന സംഘടനയുടെ ലീഡേഴ്സ് എന്നെ കാണാൻ വന്നു. 5-6 പേരുണ്ട്. അവർക്ക് നല്ല യുവജനങ്ങളാണ്. അവർ അവിടുത്തെ സഭാകാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവാണ്, വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. യുവജനങ്ങളെ, ആ നഗരത്തിലുള്ള യുവജനങ്ങളെയൊക്കെ ഒരുമിപ്പിച്ചു കൂട്ടി അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളും പ്രോഗ്രാമുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവർ പറയുകയാണ്, 1-2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങളിടയ്ക്ക് ഒന്നിച്ചു കൂടും, പ്രാർത്ഥിക്കും, പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലോക്കുണ്ട് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. ഞാനങ്ങനെ ഈ 6 പേർക്കും വേണ്ടി പേഴ്സണലായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അവരുടെ ശക്തി ഇല്ലായ്മയുടെ ഒരു കാരണം കർത്താവ് ബോധ്യപ്പെടുത്തി തന്നു. ഈ 6 ചെറുപ്പക്കാരും നല്ല ചെറുപ്പക്കാരാണെങ്കിലും ഇവരുടെ സ്വകാര്യതകളിൽ പോണോഗ്രാഫിക്ക് അടിമപ്പെട്ടവരായിരുന്നു. അവർ അശ്ലീല ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരായിരുന്നു. പാപത്തിൻ്റെ രസം ആസ്വദിച്ചുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൽ അവർ ജീവിക്കുകയും ബാഹ്യ ജീവിതത്തിൽ അവർ വളരെ ഭക്തിയുള്ളവരായിട്ട് ജീവിക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ ഭക്തി തീഷ്ണത മന്ദീഭവിച്ചു. ദൈവത്തിൻ്റെ ശക്തി അവരിലൂടെ ഒഴുകിയില്ല. അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ പാപം താലോലിച്ചിരുന്നു. അവരുടെ മനസ്സ് നിറച്ച് ദൈവമായിരുന്നില്ല, പാപമായിരുന്നു. അശ്ലീലമായ ചിത്രങ്ങൾ കണ്ടതിൻ്റെ ഫലമായി മനസ്സിൽ ദൈവത്തിന് പകരം തിന്മ നിറഞ്ഞതുകൊണ്ട് അവർ ആന്തരികമായി ശക്തിയില്ലാത്തവരായി മാറി. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ, അവരുദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയാതെ അവർ തളർന്നു നീങ്ങി. അപ്പോൾ നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ പാപം താലോലിച്ചുകൊണ്ട് പരസ്യ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന പാപത്തെ തിരിച്ചറിഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, പാപമോചനം സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഒരു നല്ലൊരു കാലഘട്ടമാണ് സഭ നമുക്ക് നൽകുന്ന ഈ നോമ്പുകാലവും ഈ പ്രാർത്ഥനാ വേളകളുമൊക്കെ. നമുക്ക് നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപവാസത്തിൻ്റെയും മാംസവർജനത്തിൻ്റെയൊക്കെ നാളുകളായിട്ട് മാത്രം കരുതാതെ എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ സഭാമാതാവ് എനിക്ക് തന്നിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ നോമ്പിൻ്റെ ദിനങ്ങളെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പാപം തള്ളിക്കളയാനായിട്ട് തീരുമാനിക്കണം.
നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ പ്രബലരായിത്തീരണം. വിശുദ്ധിക്ക് ആനുപാതികമായിട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചതുകൊണ്ടൊന്നും അത് വിശ്വാസമല്ല. പോസിറ്റീവായിട്ട് ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എത്ര പറഞ്ഞാലും അങ്ങനെ ചിന്തിച്ചാലും കൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുകയില്ല. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കൂടെയുള്ള ആ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് പോരാ, അതിനുപരിയായി വിശ്വാസത്തിൽ നമ്മൾ വളരണം. അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പാപം നീക്കിക്കളയുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഈ നോമ്പുകാലം നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിൽ, അതായത് എനിക്ക് നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഞാൻ അതിനെ കാണുകയും ആ രീതിയിൽ ഈ നോമ്പിനെ നമ്മൾ സമീപിക്കുകയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ പലരും എനിക്കതില്ല, ഇതില്ല, എനിക്ക് ആ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഈ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഓർത്ത് വിലപിച്ച് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവർക്കുള്ള പലതും എനിക്കില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിറയുമ്പോൾ നിന്റെ പരിമിതികളുടെ നടുവിലും നിനക്ക് ശോഭിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കരുത്, ഇന്നലകളിലേക്ക് നോക്കരുത്, പരാജയങ്ങളിലേക്ക് നോക്കരുത്. നിനക്ക് നിന്റെ ദൈവം മതിയായവനാണ്. നിന്റെ സകല ആവശ്യങ്ങളിലും നിന്റെ ദൈവം മതിയായവനാണ്. നിനക്ക് ശക്തി പകരുന്നൊരു ദൈവം കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ യോശുവയോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ രാത്രിയിൽ ഓർക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം. ശക്തരായിട്ട് ജീവിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. വാടിത്തളർന്ന് ഒരു പ്രയോജനമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. മറിച്ച് ശക്തിയുള്ളവരായിട്ട് മാറണം. നമ്മുടെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയണം. ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയണം. മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. ജീവിതത്തിൽ പ്രവർത്തനശേഷിയുള്ളവരായിട്ട് മാറണം. അതിന് വേണ്ടത് വേറെ ഒന്നുമല്ല, വേണ്ടത് കർത്താവുമായിട്ടുള്ള കണക്ഷൻ ദൃഢമാക്കി മാറ്റുക. അവൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും നമ്മളുടെ ജീവിതം രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും രൂപാന്തരപ്പെടും. അങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ വേറെ ആരും മാറണ്ട. അതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. മറിച്ച് ഞാൻ ഇനിയും മാറണം. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഇനിയും നിറയണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഇനിയും നിറയണം. അത് നിറയുമ്പോൾ മാറ്റേണ്ടതൊക്കെ ദൈവം മാറ്റിക്കോളും. നമുക്ക് ആ ബോധ്യത്തോടെ ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. തളർന്ന അവസ്ഥയാണോ? ജീവിതത്തിലൊരു മുന്നേറ്റം അനുഭവിക്കാൻ പറ്റുന്നില്ലേ? കുടുംബജീവിതം വരണ്ടുണങ്ങിപ്പോയോ? ആത്മീയ ജീവിതം ഒരുപാട് ധ്യാനങ്ങൾ കൂടി, ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു ശക്തിയില്ലാത്ത അവസ്ഥയിലാണോ ആത്മീയ ജീവിതം? ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത അവസ്ഥയുണ്ടോ? എൻ്റെ അധ്വാന മേഖലകളിൽ എനിക്ക് ശോഭിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പ്രവർത്തന മേഖലകളിൽ എനിക്ക് ശക്തി അനുഭവപ്പെടുന്നുണ്ടോ? അതോ എല്ലാം യാന്ത്രികമായിട്ട് കടന്നു പോവുകയാണോ? ആണ് എങ്കിൽ, ശക്തിയില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ ശക്തി കേന്ദ്രം ഞാനാണ് മകളെ, മകനെ. ഞാനാണ് നിന്റെ ശക്തിയുടെ രഹസ്യം. എൻ്റെ ശക്തി നിനക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഈ ശക്തിയോട് നീ കണക്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് നീ ഇത്രയും ദുർബലമായിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ
കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. പാപം, വെറുപ്പ്, വാശി, വിദ്വേഷം, അശുദ്ധി, അഹങ്കാരം, ഇവയിലൂടെയൊക്കെ കർത്താവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് തിരിച്ചറിയാനും തെറ്റുകൾ തിരുത്തുവാനും തീരുമാനമെടുക്കാം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ശക്തി വേണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം. എനിക്ക് മറ്റൊന്നും വേണ്ട ദൈവമേ. ഈ രാത്രിയിൽ നിന്റെ ഒരു പുതുശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തളർന്നുപോയി എൻ്റെ മനസ്സ് ബലം പ്രാപിക്കട്ടെ. തളർന്നുപോയി എൻ്റെ ശരീരം ബലം പ്രാപിക്കട്ടെ. തളർന്നുപോയി എൻ്റെ ആത്മീയ ജീവിതം ബലം പ്രാപിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ നിറയട്ടെ. എൻ്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ള വ്യക്തിയെ മാറട്ടെ. എൻ്റെ ചുറ്റുപാടുകളിൽ പ്രകാശം വിതറുന്ന വ്യക്തിയെ മാറട്ടെ. ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിന്റെ കരങ്ങൾ എരിക്കുന്നവയിൽ നീട്ടണമേ. നിന്റെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഞാൻ തളർന്നു പോയിരിക്കുന്നു ദൈവമേ. ഞാൻ ദുർബലനായിരിക്കുന്നു ദൈവമേ. എനിക്ക് അങ്ങയുടെ ശക്തി വേണം. എനിക്ക് അങ്ങയുടെ ശക്തി വേണം. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോട് പറയുക, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഞാൻ തളർന്നു പോയി ദൈവമേ. എന്റെ ജീവിതത്തിലേക്ക് ശക്തിയായി കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിന്റെ തളർച്ചകൾ, മനസ്സിന്റെ തളർച്ചകൾ, ആത്മീയ തളർച്ചകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ രക്ഷകനീശോയേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ രക്ഷകനീശോയേ. എല്ലാവരും ചേർന്ന് ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ രക്ഷകനീശോയേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ രക്ഷകനീശോയേ. സാംസന്റെ ജീവിതത്തിൽ അവന്റെ വ്രതം ലംഘിക്കപ്പെട്ടപ്പോൾ അവന്റെ ശക്തി ഇല്ലാതായി. ശത്രുക്കൾ അവനെ ബന്ധിച്ചു. അവൻ പരിഹാസപാത്രമായി മാറി. ഫിലിസ്ത്യരുടെ കൂടാരത്തിൽ
പരിഹാസത്തിന്റെ പാത്രമായി നിന്ന സാംസൺ അവസാനം പ്രാർത്ഥിച്ച കർത്താവേ, ഒരിക്കൽ കൂടി നീ എന്നെ ശക്തിപ്പെടുത്തണമേ. എനിക്ക് നഷ്ടപ്പെട്ട ശക്തി നീ വീണ്ടെടുത്ത് തരണമേ. ആ നിമിഷങ്ങളിൽ സാംസന്റെ ജീവിതത്തിലേക്ക് ദൈവശക്തിയുടെ പ്രവാഹമുണ്ടായി. സാംസൺ ആ കൂടാരത്തിന്റെ കുറ്റി പറിച്ചതിനെ തകർത്ത് അനേക ഫിലിസ്ത്യരെ കൊന്നൊടുക്കിക്കൊണ്ട് പ്രതികാരം ചെയ്തു. പ്രിയപ്പെട്ടവരെ, സകലതും തകർന്നു പോയ തകർച്ചയുടെ വക്കിലെത്തി നിന്ന സാംസണിലേക്ക് വീണ്ടും ശക്തി അയച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ തെറ്റുകൾ കൊണ്ട്, എൻ്റെ പാപങ്ങൾ കൊണ്ട്, എൻ്റെ കലഹങ്ങൾ കൊണ്ട്, എൻ്റെ അഹങ്കാരങ്ങൾ കൊണ്ട് എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി കർത്താവേ. എൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയി കർത്താവേ. ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, ഒരിക്കൽ കൂടി എനിക്ക് നിന്റെ ശക്തി വേണം, എനിക്ക് നിന്റെ കൃപ വേണം, എനിക്ക് നിന്റെ ബലം വേണം, എനിക്ക് നിന്റെ അനുഗ്രഹം വേണം. എന്നെ ശക്തിപ്പെടുത്തണമേ. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ദൈവമേ. എന്റെ പ്രശ്നങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നു ദൈവമേ. എന്റെ തകർച്ചകളിൽ നിന്ന് എനിക്ക് രക്ഷ വേണം. എനിക്ക് മുന്നോട്ട് പോകാൻ ശക്തി വേണം. എന്നെ ശക്തിപ്പെടുത്തണമേ ഈശോയേ. എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ. രക്ഷകനീശോയേ, 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 കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ശക്തിയുടെ ആത്മാവിനെ അയക്കണമേ. കർത്താവെ, TV വഴിയും സോഷ്യൽ മീഡിയ വഴിയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അവരിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരുടെ ശരീരം പലതരത്തിലുള്ള രോഗങ്ങളാൽ തളർന്നുപോയി കർത്താവെ. കർത്താവെ, തളർന്ന ശരീരത്തിലേക്ക് നിന്റെ ജീവന്റെ ആത്മാവിനെ നീ നിവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർവാദ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ ചലിപ്പിക്കാൻ വിഷമമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തിഹീനതയാൽ തളർന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ തൊടണമേ. നിന്റെ ശക്തി അവരുടെ ശരീരകോശങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. പ്രവർത്തനരഹിതമായ കോശങ്ങളെ പ്രവർത്തനരഹിതമാക്കണമേ. കർത്താവെ, അവയവങ്ങളെ പ്രവർത്തന ശേഷിയുള്ളതാക്കണമേ. കർത്താവെ, അസ്ഥികളെ ബലപ്പെടുത്തണമേ, സന്ധികളെ ബലപ്പെടുത്തണമേ, രക്തപ്രവാഹത്തെ ഉണർത്തണമേ, തടസ്സങ്ങൾ എടുത്തു നീക്കണമേ, വാതരോഗങ്ങൾ എടുത്തു കളയണമേ. പുതുശക്തി വ്യാപിക്കട്ടെ. കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, ശരീരം ഉണരട്ടെ, തളർച്ച വിട്ടു പോകട്ടെ, ദൈവശക്തി വ്യാപിക്കട്ടെ. ശക്തി അയക്കണമേ,
ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, രക്ഷകനീശോയേ ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, രക്ഷകനീശോയേ ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, രക്ഷകനീശോയേ ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, രക്ഷകനീശോയേ യേശുവേ കർത്താവായ ദൈവമേ, ഈ സമൂഹത്തിലുള്ള അനേക മക്കളുടെ മനസ്സ് ചത്തുപോയി കർത്താവേ. പലതരത്തിലുള്ള വേദനകളാൽ, കഷ്ടതകളാൽ മരവിച്ചു പോയ ഓരോ മനസ്സിനും ഈ രാത്രിയിൽ പുതിയ ജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിന്റെ ശൂന്യത നീ എടുത്തു കളയണമേ കർത്താവേ. ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, ഉത്സാഹമില്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ജീവിതത്തോടുള്ള വിരസതകള് കർത്താവേ, അതിന്റെ കാരണങ്ങളോടുകൂടി നീ എടുത്തു നിൽക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ, നിന്റെ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ. എല്ലാ മനസ്സുകളും ഉണരട്ടെ ഈ രാത്രിയിൽ. എല്ലാ ജീവിതങ്ങളിലും ഉത്സാഹം നിറയട്ടെ, പുതിയ ആവേശം നിറയട്ടെ, പുതിയ സ്വപ്നങ്ങൾ നിറയട്ടെ. തളർച്ച വിട്ടു പോകട്ടെ, പരാജയത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടു പോകട്ടെ, പാപത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ദൈവം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രാത്രിയിൽ മെനക്കെട്ട് ചിലരൊക്കെ വളരെയധികം ദൂരം യാത്ര ചെയ്ത് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ പല പ്രാർത്ഥനകൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടാറില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു പ്രധാനപ്പെട്ട കാരണം ബൈബിളിൽ ഈശോ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 2 തരത്തിലുള്ള പ്രാർത്ഥനക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആൾ സമൂഹത്തിലെ മാന്യനും ഡീസൻ്റായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുകയാണ്. ഫരീസയൻ്റെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഫരീസയൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് തൻ്റെ നല്ല കാര്യങ്ങൾ പറയും, തന്നെയാണ് സ്തുതിക്കുന്നത്, ദൈവത്തെ അല്ല. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നു, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, കൂദാശകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ദൈവമേ ഇതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണെന്നാണ് പറയുന്നത്. കേട്ടാൽ തോന്നും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവത്തിന് മുമ്പിൽ തന്നെ സ്തുതിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഈ ഉപമ യേശു പറയാൻ കാരണം ഇതാണ്. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവരെയും മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരെയും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപമ ഈശോ പറയുന്നത്.
തങ്ങളിൽ തന്നെയുള്ള ആശ്രയത്വത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതിന് തടസ്സമാണ് എന്ന് ഉദാഹരിക്കാൻ വേണ്ടിയാണ് യേശു ഫരീസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ പറയുന്നത്. എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് ദൈവത്തെ നോക്കാൻ പോലും ധൈര്യമില്ലാതെ കർത്താവെ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. എന്നാൽ കാര്യമായ സാമൂഹ്യ തിന്മകളൊന്നും ചെയ്യാതെ നന്നായി ജീവിക്കുന്ന ഫരീസേയൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യര്, ഒരുപാട് ഭക്തരായ മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്. അവർ തങ്ങളിൽ തന്നെ ആശ്രയിക്കും. തങ്ങളുടെ കഴിവുകളും തങ്ങളുടെ നന്മകളും തങ്ങളുടെ പ്രാർത്ഥനയുടെ മേന്മകളും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് അതിൽ അഭിമാനിക്കുകയും അതിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ അവകാശങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമായി തീരാതിരിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത് അവിടെ അഹങ്കാരമാണ് ഉള്ളത്. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് എളിമയുള്ള ഒരു ഹൃദയം ഉണ്ടാകണം. ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയുള്ളൂ. പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ പാപമെന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരമാണ്. ലൂസിഫർ തൻ്റെ കഴിവിലും ജ്ഞാനത്തിലും സൗന്ദര്യത്തിലുമെല്ലാം അഹങ്കരിച്ചുകൊണ്ടാണ് തെറ്റിലേക്ക് വഴുതി വീണത്. അപ്പം പ്രപഞ്ചത്തിലെ ആദ്യത്തെ പാപമാണ്, ലൂസിഫറിൻ്റെ പാപമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അവിടെ ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മത്സരബുദ്ധി ഉണ്ടാകും, അസൂയ ഉണ്ടാകും. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ പരിണിതഫലമായിട്ട് വരുന്നതാണ്, അസൂയയും മത്സരബുദ്ധിയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക അവസ്ഥയോടുകൂടി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാവുകയില്ല എന്ന് ഈശോ ചുങ്കക്കാരൻ്റെയും ഫരീസേയൻ്റെയും ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുന്നുണ്ട്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം താഴ്ത്തിക്കളയുന്ന അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. തന്നെത്താൻ ഉയരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ദൈവം ഉയർത്തേണ്ട കാര്യമില്ല. അപ്പം മനുഷ്യൻ തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ പൊത്തോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും താഴെ വീഴും. താഴെ വീഴുന്നതിൻ്റെ കാരണം ഇതാണ്, തന്നെത്താൻ ഉയരാനും വളരാനും ശ്രമിക്കുന്നു. വളർത്തേണ്ടവൻ ദൈവമാണ്, ഉയർത്തേണ്ടവൻ ദൈവമാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമായ കർത്താവാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ആത്മീയ ഗുരുവായ വർക്കിയച്ചൻ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്ന ചില ഉപദേശങ്ങളൊന്നാണ്, നീ ഒരിക്കലും ആരുമായി മത്സരിക്കാൻ പോകാൻ പാടില്ല, ഒരിക്കലും ആരുമായി മത്സരിക്കരുത്. എനിക്ക് തന്ന ചില ഉപദേശങ്ങളിലെ ഒന്നാണ്. എവിടെയും. കാരണം ദൈവമക്കൾ മത്സരിക്കേണ്ട ആളുകളല്ല. അവർക്ക് ആരോടും മത്സരിക്കേണ്ട ആവശ്യമില്ല. അവരെത്തേണ്ടിടത്ത് ദൈവം അവരെ എത്തേണ്ട സമയത്ത് എത്തിച്ചോളും. അങ്ങനെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരുമായി മത്സരിക്കാനും അവരെക്കാൾ മുകളിൽ ചേരാനും ഒക്കെ പലപ്പോഴും മനുഷ്യർ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര അധ്വാനിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും ഓടിയതുകൊണ്ടും ഉറക്കമിളച്ചതുകൊണ്ടും ജീവിതത്തിൽ വളർച്ചയുണ്ടാകണമെന്നില്ല. ദൈവം നമ്മളെ വളർത്താൻ തീരുമാനിച്ചാൽ ആർക്കും നമ്മളെ തടയാനും പറ്റുകയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങൾ അവസാനിക്കും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരുന്നാൽ എത്തേണ്ടിടത്ത് എത്തേണ്ട സമയത്ത് നമ്മുടെ ദൈവം എത്തിക്കും. അപ്പം നമ്മുടെ ഫോക്കസ് ഒരിക്കലും വളർച്ചയാകരുത്.
നമുക്കറിയാം ഈ നാളുകളിലൊക്കെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി പരിശ്രമിച്ച് കുറുക്ക് വഴികൾ തേടിപ്പോയ വലിയ വ്യവസായ ഭീമന്മാരൊക്കെ കൂപ്പുകുത്തി താഴോട്ട് വീണ സംഭവങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു. വൻകിട വ്യവസായ ഉടമകളൊക്കെ അവരൊക്കെ പെട്ടെന്ന് വളരാൻ ശ്രമിച്ചു, പെട്ടെന്ന് ഉയരാൻ ശ്രമിച്ചു. അത് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഈ തത്വം നമ്മൾ പഠിക്കണം. നമ്മളല്ല നമ്മളെ വളർത്തേണ്ടത് ദൈവമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്യുക. അതിലപ്പുറത്തേക്ക് പോകുന്നത് അഹങ്കാരം കൊണ്ടാണ്. നമ്മൾ സ്വയം ദൈവമാകുവാൻ തന്നിൽ തന്നെയുള്ള ഈ ആശ്രയത്വം, അതാണ് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവരെല്ലാം ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ടെൻഷനിലേക്കും അസ്വസ്ഥതകളിലേക്കും പോകും. അവർ മറ്റുള്ളവർക്കും അസ്വസ്ഥത ഉണ്ടാക്കും. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈശോയും ലൂസിഫറുമാണ്. ലൂസിഫർ തന്നെ തന്നെ ദൈവമാക്കി മാറ്റുവാനായിട്ട് ശ്രമിച്ചു. താൻ ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ മറ്റുള്ളവരെ പോലെ വളരാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴൊക്കെ പറ്റുന്ന അബദ്ധം ഇതാണ്, നമ്മളല്ലാതായിട്ട് മാറുകയാണ്. ലൂസിഫറിന് എന്ത് സംഭവിച്ചു? യെശയ്യായുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ലൂസിഫറിനെ കുറിച്ചുള്ള പ്രതീകാത്മകമായ വിവരണമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ അവൻ അത്യുന്നതൻ്റെ സിംഹാസനത്തിൽ കയറാൻ ശ്രമിച്ചു. അവൻ അത്യഗാധങ്ങളിലേക്ക് തള്ളപ്പെട്ട അനുഭവമുണ്ടായി. അപ്പം ഇത് ജീവിതത്തിൽ നമ്മൾ ഓർക്കണം. നമുക്ക് വളരുക എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. പക്ഷേ വളർത്തുന്നവൻ ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ശാന്തതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവം തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും. ആ സത്യം അതിൽ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ മുൻകൈയെടുത്ത് വളരാനുള്ള പണികൾ നമ്മൾ നോക്കുന്നതും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതുമെല്ലാം. അപ്പം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ നേരെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈശോ. ലൂസിഫർ ചെയ്തതിൻ്റെ നേരെ വിപരീതമായ കാര്യമാണ് ഈശോ ചെയ്തത്. ഈശോ എന്തായി ചെയ്തത്? താൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് താഴ്ത്തി അനുസരണയുള്ളവനായി അവൻ മനുഷ്യനായി തീർന്നു. മാത്രമല്ല പിന്നെന്ത് സംഭവിച്ചു? വീണ്ടും അവൻ മരണത്തോളം അനുസരണമുള്ളവനായി മാറി. ഫിലിപ്പിയർ 2:8 പറയുന്നുണ്ട്, മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആകയാൽ ദൈവം അവനെ അത്യധികമായിട്ട് ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മഹത്വം ആർജിക്കാനുള്ള വഴി ഇതാണ്. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഉയർച്ചയ്ക്കുള്ള വഴി ഇതാണ്. ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ നീ താഴാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ എളിമയുള്ള ഹൃദയത്തോടെ നീ ദൈവസന്നിധിയിൽ വ്യാപരിക്കണം. നിന്നെ തന്നെ ശൂന്യവൽക്കരിക്കാൻ നീ തയ്യാറാകണം. നീ മത്സരിക്കാൻ പോകരുത്, ആരോട് യുദ്ധം ചെയ്യാൻ പോകരുത്. നിനക്കതിൻ്റെ ആവശ്യമില്ല. നിന്റെ സ്വർഗത്തിലെ അപ്പനറിയാം നിന്നെ എപ്പോൾ എടുത്തുയർത്തണം, എവിടെ ഉയർത്തി നിർത്തണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അതുവരെയും നീ ശാന്തമായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ രാത്രിയിൽ ഓർക്കണം, എല്ലാ മത്സരങ്ങളും അഹങ്കാരത്തിൽ നിന്ന് രൂപപ്പെടുന്നു. എല്ലാ അസൂയയും അഹങ്കാരത്തിൽ നിന്ന് രൂപപ്പെടുന്നു. എളിമയില്ലായ്മയുടെ അടയാളമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആന്തരിക അവസ്ഥകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയുടെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ,
വളരാനുള്ള വഴി ചെറുതാകാനുള്ള മനസ്സാണ്. ദൈവം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും തിരിച്ചടികളും അനുവദിക്കുന്നതിലൂടെ നമ്മളെ ചെറുതാക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് നമ്മളെ തരം താഴ്ത്താനും ചെറുതാക്കി തരാനേ പറ്റുകയുള്ളൂ. എളിമപ്പെടുക എന്നുള്ളത് നമ്മുടെ തന്നെ പണിയാണ്. ദൈവത്തിന് നമ്മളെ എളിമപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം ചില വ്യക്തികൾ എത്ര തകർച്ചകളുണ്ടായാലും പഠിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം എളിമപ്പെടേണ്ടത് അത് ആന്തരികമായി നമ്മൾ ചെയ്യേണ്ട തീരുമാനമാണ്. അപ്പം ജീവിതത്തിലെ ചില മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടിയതും ചില പരാജയങ്ങളും ചില അപമാനങ്ങളും ഒക്കെ ദൈവം അനുവദിക്കുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്താനാണ്, താഴ്മയുള്ളവരാക്കി മാറ്റാനാണ്, നമ്മുടെ കൊമ്പൊടിക്കാനാണ്. നമ്മളിത് മനസ്സിലാക്കാതെ ഈ തകർച്ചകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് പിന്നെയും നമ്മൾ ജീവിക്കുകയാണ്. അത് വീണ്ടും വലിയ തകർച്ചകളിലേക്ക് നമ്മളുടെ ജീവിതത്തെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തുന്നത് വരെയും എളിമയോടെ ജീവിക്കാനുള്ള ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തില് 10-ാമത്തെ വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരാകുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പെട്ടെന്ന് പണക്കാരനാകാൻ, പെട്ടെന്ന് പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ, പെട്ടെന്ന് മറ്റുള്ളവരെക്കാൾ വലിയരാകാനുള്ള പ്രവണതകളെല്ലാം ദൈവത്തിനു മുമ്പിൽ നമ്മളെ അസ്വീകാര്യരാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകിയില്ല എന്ന് ഈ ഉപമയിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ. വീണ്ടും പത്രോസ് ശ്ലീഹ 1 പത്രോസ് 5 മുതൽ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പല വ്യക്തികൾക്ക് ഈ കാലഘട്ടത്തിലുള്ള ഒരു വിഷമമാണ്, അധികാരമുള്ളവർക്ക്, പ്രായമുള്ളവർക്കൊക്കെ, മാതാപിതാക്കൾക്കൊക്കെ വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. പക്ഷേ ഇത് ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു ബ്ലോക്കാണ് എന്ന് അവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പം ഇവിടെയും പറയുന്നുണ്ട്, തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തുമെന്ന്. അപ്പം ഇവിടെ വിധേയത്വം എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് മാത്രമല്ല, അവിടെ മാത്രം പോരാ വിനയം, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയണം. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും വിനയത്തിൻ്റെ അങ്കി അണിയണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചത്തിൻ്റെ അങ്കി അണിയുന്നവർ, പരിഹാസത്തിൻ്റെ അങ്കി, പുച്ഛത്തിൻ്റെ അങ്കി, ഇതൊക്കെ അതികഠിനമായിട്ടുള്ള വിമർശനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ ഓർക്കണം, വിനയത്തിൻ്റെ അങ്കി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികാരമുള്ളവരുടെ അടുത്ത് മാത്രം എല്ലാ മനുഷ്യരുടെ അടുത്തും വിനയത്തോടുകൂടി ഇടപെടണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിനയത്തിൻ്റെ അങ്കി ധരിച്ചുകൊണ്ട് വേണം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വിനയമില്ലാതെ, എളിമയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനായിട്ട് വൈകിപ്പോകുന്നു. എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയണം. അവിടെ മത്സരവും അസൂയയും പൊങ്ങച്ചവും പരിഹാസവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയില്ല. മറ്റുള്ളവരോട് വിധേയപ്പെടേണ്ടടുത്ത് വിധേയപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. മറ്റുള്ളവരെ പരിഹസിച്ചും പുച്ഛിച്ചും ജീവിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് മറന്നു പോകും. പക്ഷേ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അഹങ്കാരത്തിലൂടെ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും ഈ അഹങ്കാരത്തിൻ്റെ അംശമുണ്ട്, നമ്മളിലെല്ലാവരിലും ഇതുണ്ട്. പക്ഷേ ഈ അഹങ്കാരത്തെ നീക്കിക്കളയാനും എളിമപ്പെടാനും ഒക്കെയുള്ള പരിശീലനം നമുക്ക് കിട്ടുന്നത് ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മളതിനെയൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ കാണണം.
ഇതിനെയൊക്കെ ഒരു ഭാരമായിട്ട് കാണാതെ ഇതൊരു വലിയൊരു അവസരമാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് ജീവിതത്തിൽ ഉന്നതമായ തലങ്ങളിലേക്ക് വളരാനുള്ള അവസരമാണ് ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ നാളുകൾ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെയൊക്കെ ഗൗരവമായിട്ട് സമീപിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകും. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 21-18 മുതലുള്ള വചനങ്ങളിൽ ആഹാബ് രാജാവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ആഹാബ് തൻ്റെ ഭാര്യ ജസബലിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി നാബോത്ത് എന്ന മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം അയാളെ കൊന്ന് കൈക്കലാക്കി. ആ സമയത്ത് ഏലിയാ പ്രവാചകൻ ആഹാബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ വിളംബരം ചെയ്യുകയാണ്. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കുമെന്നുള്ള പ്രവചനം കേട്ടതോടുകൂടി ആഹാബിൻ്റെ ഹൃദയം തകർന്നുപോയി. ആഹാബ് തൻ്റെ രാജകീയ വസ്ത്രമെല്ലാം ഉപേക്ഷിച്ച് ചാക്കുടുത്ത് ചാക്കിൻ്റെ പുറത്ത് കിടന്നുറങ്ങി അവൻ ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപവസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം അത് കണ്ടു. ദൈവം ഏലിയാ പ്രവാചകനെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്. ദൈവം പറയുന്ന വാക്കുകളായിട്ട് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്: കണ്ടോ, ആഹാബ് എളിമപ്പെട്ടത് നീ കണ്ടില്ലേ? അതുകൊണ്ട് അവൻ എൻ്റെ മുമ്പിൽ തന്നെ താഴ്ത്തിയതിനാൽ ഞാൻ അവൻ്റെ മേലുള്ള ശിക്ഷ ഇപ്പോൾ നടപ്പാക്കുന്നില്ല. ദൈവം പെട്ടെന്ന് മനസ്സ് മാറ്റി. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആഹാബിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, അവൻ തന്നെ എൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തിയത് നീ കണ്ടില്ലേ ഏലിയായെ? അതുകൊണ്ട് ഞാൻ ആ ശിക്ഷ ഇപ്പോൾ നടപ്പാക്കുന്നില്ല. അപ്പോൾ ബൈബിളിൽ ഉപവാസത്തെ എളിമപ്പെടുത്തലിൻ്റെ ഒരു അടയാളമായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്കറിയാം നിനവേയിലെ സംഭവം നമുക്കറിയാം. നിനവേയിലും യോനാ പ്രവാചകൻ വഴി ദൈവം 30 ദിവസത്തിനകം ഈ നഗരം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങൾ അനുദപിച്ച് ഉപവസിച്ചപ്പോൾ ദൈവം മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ചു. ആ ദേശം രക്ഷപ്പെട്ടു. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മളെ വളരെ പെട്ടെന്ന് സ്വീകാര്യരാക്കും. ഉപവാസം എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നതിൻ്റെ, എളിമപ്പെടുത്തുന്നതിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എസ്രായുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. എസ്ര ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രാജാവിൻ്റെ കൽപ്പനയോടുകൂടി പോരുകയാണ്. 4 മാസം നീണ്ട യാത്രയാണ്. യാത്രയിൽ കള്ളന്മാരുണ്ടാകും, ശത്രുക്കളുള്ള രാജ്യങ്ങളിലൂടെ കടന്നു പോകണം. അവിടെ സംരക്ഷണം കിട്ടാൻ വേണ്ടി 2 മാർഗങ്ങൾ ഉണ്ട് ഈ എസ്രയുടെ മുമ്പിൽ. ഒന്ന്, തൻ്റെ രാജാവിനോട് അപേക്ഷിച്ച് അംഗരക്ഷകരായി കുറേ പടയാളികളെ വിട്ടുതരാൻ പറയണം. എസ്രായിക്ക് അത് മോശമായിട്ട് തോന്നി. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ച് എന്നും പറയുന്ന ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണം ഉപേക്ഷിച്ചിട്ട് പടയാളികളുടെ സംരക്ഷണയിലേക്ക് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് എസ്ര എന്ത് ചെയ്തു? എസ്ര തൻ്റെ കൂടെ പോരാൻ പോകുന്ന മനുഷ്യരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും തങ്ങളുടെ യാത്ര സുരക്ഷിതമായി തീരുന്നതിനും ജെറുസലേമിൽ എത്തിച്ചേരുന്നതിനും വേണ്ടി എസ്രായും ജനവും മുഴുവനും നദിയുടെ തീരത്ത് ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുടുംബം ഒന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതായിട്ട് അനേകരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, സമൂഹം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കുടുംബം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, പ്രത്യേകമായി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്ന ഒരു കർമ്മമായി നമ്മളതിനെ കാണണം. പുതിയ നിയമത്തിലേക്ക് വന്നാലും നമുക്ക് ഈ ഉപവാസം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ്ലീഹ തൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ 2 കൊരിന്തോസ് 11:23 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ
നിരന്തരമായിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഉപവാസം, ഉപവാസത്തോടു കൂടിയുള്ള ജീവിതം. അപ്പം ശക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപവാസത്തിന് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ വചനത്തിൽ അന്ത്യോക്യയിലെ സഭ മുഴുവനും ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? ബാർനബാസിനെയും സാവൂളിനെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ജോലിക്ക് വേണ്ടി പറഞ്ഞയക്കുക, വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞയക്കാൻ അന്ത്യോക്യൻ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് മെസ്സേജ് കൊടുത്തത് സഭ മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഉപവസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഉപവാസം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനും ആത്മീയ ജീവിതത്തിൽ വളരാനും പ്രാർത്ഥനയിൽ ഉയരാനും ഉപവാസം വളരെയേറെ സഹായകരമാണ്. പ്രത്യേകിച്ചും സഭ നമുക്ക് കൽപ്പിച്ചു നൽകുന്ന നോമ്പ് കാലങ്ങൾ, അതുപോലെ വെള്ളിയാഴ്ചത്തെ മാംസവർജനം, ഇതിനെയൊക്കെ നമ്മൾ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അതിനൊക്കെ വലിയ ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ഈ നോമ്പിൻ്റെ അരൂപിയെ നമ്മൾ കൊണ്ടുവരണം, ഉപവാസത്തിൻ്റെ അരൂപിയെ നമ്മൾ കൊണ്ടുവരണം. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനുള്ള കരുത്ത് നമ്മളുടെ കുടുംബത്തിന് അതിലൂടെ കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. 2 ദിനവൃത്താന്തം 7:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജ്യം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ബഫർ സോൺ പോലെ പ്രശ്നങ്ങളുണ്ട്, മറ്റു തരത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ദേശത്ത് ദൈവത്തിൻ്റെ കരുണയും കൃപയും കടന്നു വരണമെങ്കിൽ ദൈവത്തെ അറിയാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കാര്യമില്ല, അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ദൈവം വെക്കുന്ന കണ്ടീഷൻ ഇതാണ്, എൻ്റെ നാമം പേറുന്ന ജനം. ഇന്ത്യയിലെ മറ്റു മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ദൈവത്തെ അറിഞ്ഞ, സത്യദൈവത്തെ അറിഞ്ഞ, ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞ ദൈവജനം എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനമായ ഘടകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമായിരിക്കാം, നമുക്ക് ശക്തി കുറവായിരിക്കാം, പക്ഷേ നമുക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ രാജ്യം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ രാജ്യം സമ്പുഷ്ടമായി തീരണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒഴുകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എൻ്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിക്കണം, ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം, അവർ തങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. നമ്മൾ ഇനിയും നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് പൊളിറ്റിക്കൽ പവറിനേക്കാളും വേണ്ടത്, സംഖ്യാബലത്തെക്കാളും വേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ രാജ്യത്തിൻ്റെ സകല മേഖലയിലേക്കും കടന്നു വന്ന് മാറ്റങ്ങൾ വരുത്തും. എപ്പോൾ ദൈവത്തിൻ്റെ നാമം പേറുന്ന ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച മാത്രം പോരാ, അവർ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് വെറുതെ മാംസവും മത്സ്യമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും മാത്രം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ദേശം അനുഗ്രഹിക്കപ്പെടും, എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതാകാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നമ്മളിലൂടെ ദേശത്തിന് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭൂരിപക്ഷം വേണ്ട, ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. എങ്ങനെ? ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിക്കൊണ്ട്. അതുകൊണ്ട് നമ്മൾ
ആണ് ഈ രാജ്യത്തിൻ്റെ പല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇൻഡയറക്റ്റായിട്ട്. കാരണം നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചിരുന്നെങ്കിൽ, നമ്മൾ നമ്മളുടെ ശക്തിയുടെ കേന്ദ്രമായി ദൈവവുമായി ശരിയായ രീതിയിൽ കണക്ട് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി വളരെ കൂടുതലായി നമ്മുടെ ദേശത്ത് പ്രകടമായേനെ, ദൈവാനുഗ്രഹം കൂടുതലായി നമ്മുടെ സമൂഹത്തുണ്ടായേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൊളിറ്റിക്കൽ പവർ കൊണ്ട്, സംഖ്യാബലം കൊണ്ട്, സംഘടിത ശക്തി കൊണ്ട് ഒന്നും ഒരു മാറ്റവും ഈ കാലഘട്ടത്തിൽ വരുത്താൻ പറ്റുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ നീട്ടപ്പെടുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പറ്റും. നമുക്കെതിരായുള്ള നിയമങ്ങളിൽ, നമുക്കെതിരായ വ്യവസ്ഥിതികളിലൊക്കെ ഇടപെടുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. കാരണം എന്താണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ജനം ഉണർന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നാം വസിക്കുന്ന ദേശം കൂടുതൽ അനുഗ്രഹീതമായി തീരും. തിന്മയുടെ ശക്തികൾ കടപിഴക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. അബ്രഹാം എന്താണ് ചോദിക്കുന്നത്? സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാം ചോദിക്കുക, കർത്താവേ, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതി ആ ദേശത്തെ അങ്ങ് രക്ഷിക്കുകയില്ലേ? കർത്താവ് ഓക്കെ പറയുക. അങ്ങനെ ചോദിച്ച് 10 പേരെ ഉള്ളെങ്കിൽ അപ്പോഴും കർത്താവ് പറയുകയാണ്, ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഭൂരിപക്ഷം പേരും ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോഴും അവിടെയുള്ള ദൈവത്തെ അറിഞ്ഞവരുടെ വിശുദ്ധ ജീവിതത്തെ പ്രതി ദൈവാനുഗ്രഹം കൊണ്ട് ദേശത്തെ നിറയ്ക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ആ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വ്യക്തിപരമായി നമ്മളെ തന്നെ വിശദീകരിക്കാനും, നമ്മുടെ തെറ്റുകളിൽ നിന്ന് പിന്മാറാനും, ഉപവസിക്കാനും, പ്രാർത്ഥിക്കാനും ഒക്കെയായി ഈ ദിവസങ്ങളെ ഗൗരവമായി എടുക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും, സഭയിലേക്ക് കടന്നു വരും, ദേശത്തിലേക്ക് കടന്നു വരും, വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരും. നമുക്ക് ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നമുക്കടയ്ക്കാം. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മൾ നിസ്സഹായരല്ല. നമ്മുടെ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാണ്. എല്ലാ അധികാരങ്ങൾക്കും മുകളിലുള്ള അധികാരമാണ് കർത്താവ്. എല്ലാ ശക്തികൾക്കും മുകളിലുള്ള ശക്തിയാണ് ദൈവം. എല്ലാ രാജ്യങ്ങളും എല്ലാ ഭരണാധികാരികളും അവൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവന് ഇടപെടാൻ കഴിയാത്ത രാജ്യങ്ങളില്ല, അവന് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളില്ല, അവന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. അവൻ്റെ ശക്തിയുടെ കരങ്ങൾ നീട്ടപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ഒരു വലിയ മാറ്റം ഉണ്ടാകണം. തിന്മയുടെ കടന്നുകയറ്റങ്ങൾക്ക് തടയിടപ്പെടണം. ദൈവജനം ഉണരണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഈ ആഗ്രഹത്തോടെ 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. മുഖരിക്കാം. ഉപവാസവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടി പങ്കുവച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചുവെന്ന്.
അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണെങ്കിൽ ദൈവം എങ്ങനെ ഇരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെ ഇരിക്കും? മനുഷ്യനെ പോലെയാണോ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ ഒരു തത്വമുള്ളത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പം ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ദൈവം അരൂപിയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ആത്മാവാണ്. 2 കോരിന്തോസ് 3:17 വായിക്കുന്നുണ്ട്, കർത്താവ് ആത്മാവാണ്. അപ്പം ദൈവം ആത്മാവാണ്, അരൂപിയാണ്, രൂപമില്ലാത്തവനാണ്. അപ്പം രൂപമില്ലാത്തവൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് നമ്മളെന്ന് പറയുന്നത് ഈ ശരീരം ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ നമ്മൾ എന്ന് പറയുന്നത് ശരീരമല്ല, ആത്മാവാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവായിട്ടാണ്. നമുക്കറിയാം, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, മാലാഖമാരുണ്ട്. മാലാഖമാർക്ക് ശരീരമില്ല, അവർ അരൂപിയാണ്. മൃഗങ്ങൾക്ക് ശരീരം മാത്രമേ ഉള്ളൂ, പക്ഷേ അവർക്ക് ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ശരീരവുമുണ്ട്, ആത്മാവ് ഉണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ് ശരീരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴെന്നാൽ സംഭവിക്കുന്നത്, ദൈവാത്മാവും മനുഷ്യാത്മാവും ഒന്നായിത്തീരുന്നു. കർത്താവുമായി സംയോജിക്കുന്നവൻ ഒരൊറ്റ ആത്മാവായിത്തീരുന്നു എന്നാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവും സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഈ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ആത്മാവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവില്ലാതെ ശരീരമാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നു. ഓർക്കണം, ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ആത്മാവ് വസിക്കുന്നത് ശരീരത്തിലാണ്. ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ മനസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ നാഥനായിരിക്കേണ്ടത്, മാസ്റ്റർ ആയിരിക്കേണ്ടത് ആത്മാവാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ പാപത്തിലൂടെ ആത്മാവ് മൃതമായിരിക്കുമ്പോൾ, ആത്മാവ് ബലഹീനമായിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ആ അധികാരസ്ഥാനം ശരീരം കൈയടക്കും. ശരീരം ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും. ശരീരമാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അങ്ങനെ എടുക്കുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് ജഡീക ജീവിതം. പൗലോസ് പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ ദഹനിക്കണം, എങ്കിൽ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ. ശരീരത്താൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളല്ല. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ശരീരം കൊണ്ടാണ് നയിക്കപ്പെടുന്നത്, ആത്മാവ് കൊണ്ടാണ്. ശരീരത്തിന് ക്ഷീണം കിടക്കണം തോന്നിയാൽ കിടക്കണം, ആത്മാവിനെ പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ ശരീരത്തിന് ക്ഷീണമാണ്. നമ്മൾ ആർക്ക് കീഴ്വഴങ്ങും? ശരീരത്തിൻ്റെ ക്ഷീണത്തിന് കീഴ്വഴങ്ങും. നമുക്ക് ഭക്ഷണം നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ശരീരത്തിന് കൊതി വരുന്നു, നമ്മൾ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നു. അപ്പം ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ആത്മീയ ശക്തി നമ്മളിൽ വെളിപ്പെടാതിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദുർബലമായിരിക്കുകയാണ്. അപ്പം ഇത് തിരിച്ചു വരണം. നമ്മുടെ ആത്മാവ് ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് തീരണം. ആത്മാവ് ജീവിതത്തിൻ്റെ മാസ്റ്ററായി വരണം. ആത്മാവ് തീരുമാനിക്കണം ജീവിതത്തിലെ കാര്യങ്ങൾ. ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് കാര്യങ്ങൾ നടത്തപ്പെടുമ്പോഴാണ് ദൈവമക്കളുടെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ശരീരം നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മൾ ജഡീക ജീവിതമാണ് നയിക്കുന്നത്. ഇതിന് മാറ്റം വരുത്താൻ ഏറ്റവും ഏറെ നമ്മളെ സഹായിക്കുന്നത് ഉപവാസമാണ്. ഉപവാസത്തിലൂടെ ശരീരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ശരീരത്തിൻ്റെ
ആ അധികാര പ്രവർത്തനങ്ങളെ നിരോധിച്ചുകൊണ്ട് ആത്മാവിനെ ഉണർത്തി ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കാൻ ഈ ഉപവാസം നമ്മളെ ഒത്തിരിയേറെ നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള, നമുക്കറിയാം ഉപവാസം ശരീരത്തെ വിശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ മനസ്സിനെയും വിശുദ്ധീകരിക്കും. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവായ ചിന്തകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും, ആ അസ്വസ്ഥതകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ മനസ്സിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉപവാസത്തെ നമ്മൾ ഈ രീതിയിലും കൂടി കാണുന്നത് നല്ലതാണ്. നമ്മുടെ ആത്മീയതയെ ഉണർത്തിയെടുക്കാൻ, ആത്മാവിനെ ജീവിപ്പിക്കാൻ, ആത്മാവിൻ്റെ കൺട്രോളിൽ ജീവിക്കുന്നതായി തീരാൻ, ആത്മാവിൻ്റെ പ്രേരണകൾ മനസ്സിലാക്കാൻ, അങ്ങനെ ദൈവമക്കളെ പോലെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടുന്നത് ഉപവാസത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ ഉപവാസത്തിന് കുറേ കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ശരീരത്തിൻ്റെ ഇച്ഛകളോട് നോ പറയണം. ശരീരം പറയുന്നതെല്ലാം യേശു പറഞ്ഞ് ജീവിച്ചാൽ നമ്മൾ ജഡീക മനുഷ്യരായിത്തീരും. ശരീരമല്ല നമ്മളെ ഭരിക്കേണ്ടത്, ആത്മാവാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഇതാണ് ദൈവമക്കളുടെ സ്വഭാവം. അങ്ങനെ വളരാനും ഈ നാളുകളിൽ നമ്മൾ ഉപവാസത്തെ സമീപിക്കുകയും ശക്തരായിട്ട് മാറുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ ശരീരത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ ശക്തി പ്രാപിക്കാനായിട്ട് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും അതിന് ഉപവാസം നമ്മളെ എത്രമാത്രം സഹായിക്കുമെന്നതും നമ്മൾ ചിന്തിച്ചു. ഇത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴും ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നിയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ നിയോഗങ്ങളെല്ലാം നമുക്കിന്ന് കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളടച്ച് എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ശാരീരികമായ ഏതെങ്കിലും രോഗങ്ങളിൽ നിന്നുള്ള വിടുതലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരമാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുതിയൊരു അഭിഷേകവും ഉണർവുമാണെങ്കിൽ അതിനെ നമുക്ക് സ്മരിക്കാം. പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതൽ ആഗ്രഹിക്കുന്നവർ അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. മക്കൾക്ക് വേണ്ടിയുള്ള നിയോഗവുമായി വന്നിരിക്കുന്നവർ അവയെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുക. എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞവൻ ഉറപ്പായിട്ട് നമുക്ക് ഉത്തരം നൽകും. ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരും. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ വേദനകളെ, എൻ്റെ ദുഃഖങ്ങളെ നീ കാണണമേ കർത്താവേ. എൻ്റെ ആവശ്യങ്ങളുമായി നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ പക്കലേക്കല്ലാതെ മറ്റെവിടേക്ക് ഞാൻ വരും കർത്താവേ. നീ മാത്രം എൻ്റെ വേദന അറിയുന്നു കർത്താവേ. നീ മാത്രം എൻ്റെ നിസ്സഹായത അറിയുന്നു എൻ്റെ കർത്താവേ. ഈ രാത്രിയിൽ നീ എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു പുതിയ ജീവിതം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ പുതുക്കിപ്പണിയണമേ കർത്താവേ. എൻ്റെ കുടുംബത്തെ തകർച്ചകളിൽ നിന്ന് വീണ്ടെടുക്കണമേ. എൻ്റെ ആത്മീയ ശുശ്രൂഷകളെ തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കണമേ. എന്നെ അനുഗ്രഹിക്കാതെ എന്നെ പറഞ്ഞു വിടരുതേ. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണോ നിയോഗങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദൂരെയുള്ളവര്, അകന്നിരിക്കുന്നവർ, അവരെല്ലാം ഈ രാത്രിയിൽ ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കട്ടെ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി അയക്കണമേ. കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ. തിന്മയുടെ കെട്ടുകളെ പൊട്ടിച്ചു കളയണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇറങ്ങി വരണമേ. കൃപയൊഴുക്കണമേ. ഹല്ലേലൂയ, 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 അഭിഷേകം, 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 അഭിഷേകം ഒഴുകട്ടെ. ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി ശക്തി ശക്തി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നമുക്ക് ഓർക്കാം, യേശുവിൻ്റെ മൃതമായ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ദൈവാത്മാവിൻ്റെ ചൂടുകൊണ്ട് യേശുവിൻ്റെ മൃതശരീരം നിറഞ്ഞപ്പോൾ ആ ശരീരം ജീവനുള്ളതായി തീർന്നു, നവീകരിക്കപ്പെട്ടതായി തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. രോഗബാധിതമായ സെല്ലുകളിലേക്ക് കർത്താവിന്റെ ആത്മാവിന്റെ ചൂട് ഇപ്പോൾ കടന്നു വരട്ടെ. ക്യാൻസർ സെല്ലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗബാധിതമായ എല്ലാ മുറിവുകളിലേക്കും എല്ലാ ശരീര അവയവങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നു. തളർന്ന ശരീരങ്ങൾ ബലം പ്രാപിക്കുന്നു. ദൈവശക്തി ഒഴുകുന്നു. വ്രണങ്ങൾ കരിയുന്നു. മുറിവുകൾ ഉണങ്ങുന്നു. ട്യൂമറുകൾ ഇല്ലാതാകുന്നു. ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരട്ടെ. വേദനകൾ ഇല്ലാതാകട്ടെ. വേദനകൾ ഇല്ലാതാകട്ടെ. തളർച്ചകൾ വിട്ടു പോകട്ടെ. ദൈവശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചലനരഹിതമായ ജോയിന്റുകൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ചലിപ്പിക്കപ്പെടട്ടെ. ജോയിന്റുകളുടെ വേദനകൾ വിട്ടുപോകട്ടെ. ജോയിന്റുകളുടെ വേദനകൾ വിട്ടുപോകട്ടെ. ഓ ദൈവമേ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഡിസോർഡറുകളെല്ലാം യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ ജോയിന്റുകളുടെയും വേദനകൾ വിട്ടുപോകട്ടെ. ബാക്ക് പെയിൻ വിട്ടുപോകട്ടെ. നട്ടെല്ലുകൾ ബലം പ്രാപിക്കട്ടെ. കരങ്ങളുടെ തളർച്ച നീങ്ങിപ്പോകട്ടെ. നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുപോകട്ടെ. ട്യൂമറുകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ. ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വ്യാപിക്കട്ടെ. ദൈവമേ, നിന്റെ മക്കളെ തൊടണമേ. നിന്റെ മക്കളെ തൊടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിന്റെ മക്കളെ തൊടണമേ. യേശുവേ, യേശുവേ, വിശ്വാസം ഉണരട്ടെ. കൃപ ഒഴുകട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഓ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നോർമലായി തീരട്ടെ. മാനസിക പ്രശ്നങ്ങൾ വിടട്ടെ. ഉറക്കക്കുറവുകൾ വിട്ടുപോകട്ടെ. ഞരമ്പുകളുടെ തകരാറുകൾ വിട്ടുപോകട്ടെ. നെർവസ് തകരാറുകൾ വിട്ടുപോകട്ടെ. ഗർഭാശയ രോഗങ്ങൾ വിട്ടുപോകട്ടെ. രക്തത്തിന്റെ തകരാറുകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ. യേശുവിന്റെ രക്തം ഒഴുകട്ടെ. സ്വർഗത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ.
ദൈവത്തിന്റെ ശക്തി വ്യാപിക്കുന്നു, ദൈവത്തിന്റെ ശക്തി വ്യാപിക്കുന്നു, കൃപയൊഴുകുന്നു, സൗഖ്യം വ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കർത്താവേ, എല്ലാ മക്കളെയും തൊടണമേ, തളർച്ച വിട്ടു പോകട്ടെ കർത്താവേ. ഓ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ, ശക്തി വ്യാപിക്കട്ടെ. ശക്തി വ്യാപിക്കട്ടെ, ശക്തി വ്യാപിക്കട്ടെ, ശരീരത്തിൽ മുഴുവനും ദൈവശക്തി വ്യാപിക്കട്ടെ. കൃപ, 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 ദൈവ കൃപ വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, മാറാതീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാതീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ആത്മാവേ, ആത്മാവേ, തൊടണമേ നിന്റെ മക്കളെ. കർത്താവേ, നിന്റെ വചനമായി സന്തോഷപ്പെടുത്തണമേ, നിന്റെ കൃപ ഒഴുക്കണമേ, ബലം കൊടുക്കണമേ, ശക്തി അയക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ കർത്താവ് അനേകരെ തൊട്ടിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിലെ മരവിപ്പുകൾ നീങ്ങിപ്പോയി, തലയുടെ ഭാരം വിട്ടുപോയി. പലർക്ക് ഈ സമയത്ത് ശരീരം വേർക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജോയിന്റുകളുടെ വേദനകൾ, കാലിന്റെ ബലക്കുറവുകൾ, ഉദരവേദനകൾ, അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങളും കർത്താവ് എടുത്തു കളഞ്ഞു. പലർക്കും ഇപ്പോൾ ശരീരത്തിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. കർത്താവിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ശരീരത്തിന് പുതിയ ഒരു അയവ്, പുതിയൊരു ഊർജം, പുതിയൊരു ശക്തി, കർത്താവിന്റെ ശക്തി ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. പല വ്യക്തികളിൽ ഇപ്പോഴും ദൈവത്തിന്റെ അഗ്നി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, സൗഖ്യം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക. കർത്താവേ നന്ദി, എന്നെ തൊട്ടതിന് നന്ദി, എന്റെ വേദന എടുത്തു നീക്കുന്ന നന്ദി, എന്റെ ഭാരം എടുത്തു നീക്കുന്നതിന് നന്ദി, എന്റെ ഭയം എടുത്തു നീക്കിയതിന് നന്ദി, ഉറക്കക്കുറവ് എടുത്തു നീക്കിയതിന് നന്ദി, എല്ലാ തളർച്ചയും നീക്കിയതിന് നന്ദി, എല്ലാ രോഗസൗഖ്യത്തിനും നന്ദി. ഹല്ലേലൂയ. വ്രണങ്ങൾ സൗഖ്യപ്പെടുത്തിയതിന് നന്ദി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്.
താങ്ക് യു ലോർഡ്. സൗഖ്യത്തിന് നന്ദി. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സൗഖ്യത്തിന് നന്ദി. ഹല്ലേലൂയ. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കർത്താവിൻ്റെ സ്പർശനം അനുഭവപ്പെട്ടവരെന്ന് കൈപൊക്കി ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ തൊട്ട അനുഭവമുള്ളവരെ കൈപൊക്കുകയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയും സൗഖ്യപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരിക്കും. ഇനിയുള്ള ആരാധനയുടെ സമയത്ത് കൂടുതൽ ശക്തമായ സൗഖ്യ അനുഭവത്തിലേക്ക് അനേക വ്യക്തികളെ കർത്താവ് നയിക്കും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കിരിക്കാം.